എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഈ രീതിയിൽ ചിക്കൻ ഉണ്ടാക്കിയാൽ എൻ്റെ അക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലല്ലാതെ ഈ ചിക്കൻ റെസിപ്പി ഉണ്ടാക്കിയാൽ ഞാൻ പറഞ്ഞ ആ ടേസ്റ്റിലേക്ക് നിങ്ങളെത്തില്ല. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുക. ഈ ഓയിലിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ. അങ്ങനെ വറുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും. ഏകദേശം ഒരു ഡാർക്ക് ബ്രൗൺ കളറാകുമ്പോൾ നമ്മളതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ നിങ്ങളെ ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാൻ കേട്ടോ. ഇത് ഞങ്ങൾക്ക് അത്താഴത്തിൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് വളരെ കുറച്ച് ചിക്കനേ എടുക്കുന്നുള്ളൂ. അങ്ങനെ ചിക്കനും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ ചിക്കനും മസാലപ്പൊടിയും ഈ പാനിൽ കിടന്നിങ്ങനെ ഇളക്കി വരുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക സ്മെല്ല് ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറും. ഇതൊരു കറി രൂപത്തിലല്ല കേട്ടോ. ഇത് ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ടേസ്റ്റിയാണ്. പൊറോട്ട, ചപ്പാത്തി ഒരു തൊട്ട് കറിയായിട്ട് നമുക്ക് കഴിക്കാം. അല്ലാണ്ട് കറിയായിട്ട് ഒഴിക്കാനുള്ളതല്ല ഈ ഒരു റെസിപ്പി. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചത് ഇവ നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എന്തായാലും ഒരു 3/4 ടീസ്പൂൺ ആണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അങ്ങനെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളക് ഇട്ടതിൻ്റെയും ആ ഒരു പച്ചക്കുത്ത് മാറുമ്പോൾ അതിലേക്ക് നമ്മൾ കുരുമുളക് ഇടുക. കുരുമുളക് പൊടി നിർബന്ധമാണേ. നമ്മൾ വെളിച്ചെണ്ണ വേണമെന്ന് പറഞ്ഞ പോലെ തന്നെ കുരുമുളക് പൊടിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. എന്നിട്ട് പാൻ ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്ന ഏത് വിഭവത്തിനും ടേസ്റ്റ് ഒന്ന് കൂടുക തന്നെ ചെയ്യും. ഇപ്പോൾ കണ്ടോ ഒരു തിക്ക് ഗ്രേവി രൂപത്തിലായി വന്നിട്ടുണ്ട്. കൂടെ ഒരു അടിപൊളി സ്മെല്ലും. അപ്പോൾ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു രൂപത്തിൽ ട്രൈ ചെയ്യണം. കാരണം അത്രയും ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി നോക്കി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒക്കെ അഭിപ്രായം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെല്ലുള്ളി, ഞാൻ ഇവിടെ ഒരു അത്യാവശ്യം വലിയ ഒരു വെല്ലുള്ളി എടുത്തിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഒരു കിഴങ്ങ്, ഒരു പച്ചമുളക്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് വേണ്ട. ഒരു ചെറിയ കുഞ്ഞി തക്കാളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുനുകുന അരിഞ്ഞ് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവയെല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ അടച്ച് വെക്കണം കേട്ടോ. അടച്ച് വെക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടണം. ആദ്യം നമ്മൾ ചിക്കനിൽ ഉപ്പ് ആഡ് ചെയ്യാഞ്ഞത് പിന്നീട് നമ്മൾ വെല്ലുള്ളി ഇടുമ്പോൾ ആ വെല്ലുള്ളി കുക്കാവാത്ത ഒരു രീതിയിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും. കുക്കായിട്ടുണ്ടെങ്കിൽ കൂടുതൽ മെൽറ്റാവില്ല. അപ്പോൾ ഉള്ളി ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പിടുമ്പോൾ പെട്ടെന്ന് ഉള്ളി മെൽറ്റായി സോഫ്റ്റായി വഴറ്റി കിട്ടുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഉപ്പിടാതെ ഉള്ളി ഇട്ടതിന് ശേഷം ഉപ്പിട്ടത്. ഇപ്പോൾ കണ്ടോ എല്ലാം കൂടെ നല്ലൊരു സോഫ്റ്റ് ഗ്രേവി കൂടെ ആയിട്ട് വന്നിട്ടുള്ളത്. പൊട്ടാറ്റോ ഉടഞ്ഞു പോവരുത് കേട്ടോ. ഉടഞ്ഞ് അങ്ങനെ സ്മാഷായി ഒരു പേസ്റ്റ് രൂപത്തിലായി ചിക്കനിൽ ഇറങ്ങുന്നത് നല്ലത്. പൊട്ടാറ്റോ ഇതുപോലെ വേറെ കിടന്ന് നമുക്കൊരു കടിക്കാൻ കിട്ടുന്ന രൂപത്തിൽ തന്നെ വേണം. അല്ലാതെ പൊട്ടാറ്റോ വേറെ ഉടഞ്ഞ് അതിലേക്ക് കൂടി കലർന്നിട്ട് ഒരു തിക്കി പേസ്റ്റായിട്ടുള്ള ഒരു ഗ്രേവി വേണ്ട. ഒരു ലൂസ് ഒരു രീതിയിലുള്ള ഗ്രേവി വേണം. അല്ലെങ്കിൽ പൊട്ടാറ്റോ നിങ്ങൾക്ക് എക്സ്ട്രാ വേവിച്ചിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തിട്ടാലും മതി. എങ്കിലും ഞാൻ ഈ ഒരു ചെറിയൊരു ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ പൊട്ടാറ്റോ പൊടിഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്യില്ല. നല്ലൊരു ഗ്രേവി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ലാസ്റ്റ് മല്ലിച്ചപ്പും കൂടെ ഇടുക, ഓപ്ഷനിലാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ആൻഡ് കമൻറ്റ്.